നല്ലൊരു കോഴിക്കോടൻ ബിരിയാണിയൊക്കെ കഴിച്ച് അതിൻ്റെ പുറകെ ഒരു ഫ്രൂട്ട് സാലഡും പിന്നെ ഒരു ഐസ്ക്രീമും ഒക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ വീണ്ടും ഒരു ബിരിയാണി കൊണ്ടുവന്ന് ആരെങ്കിലും കൊടുത്തിട്ട് എടോ ശശി ഇത് കഴിക്കൂ എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പറ്റുമോ? ഇതേ ചോദ്യം തന്നെയാണ് എനിക്ക് ശശാങ്കനോടും ചോദിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രശ്നം 100 മില്ലിഗ്രാം വയഗര കഴിച്ചിട്ടും ഒരു ഗുണവുമില്ല, എനിക്ക് പറ്റുന്നില്ല. വയസ്സ് 29 ആയിട്ടുള്ളൂ. പ്രശ്നം എന്താണെന്നറിയില്ല. ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം വളരെ രസകരമാണ്. എനിക്ക് ഒരു തവണ ബന്ധപ്പെടുന്നതിന് യാതൊരു കുഴപ്പമില്ല, വളരെ സന്തോഷമായിട്ട് ബന്ധപ്പെടാം. അത് കഴിഞ്ഞിട്ട് ഉടനെ വീണ്ടും അടുത്തതിന് ശ്രമിക്കുമ്പോൾ സാധിക്കുന്നില്ല. അങ്ങനെ സാധിക്കാതെ വന്നപ്പോൾ കടയിൽ പോയിട്ട് വയഗ്ര 50 മില്ലിഗ്രാം വാങ്ങിക്കഴിച്ചു. വളരെ ഉഷാർ, 1-2 തവണ കൂടെ പറ്റും. അങ്ങനെ കുറച്ച് 1 വർഷത്തോളം അങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോൾ ഈ 50 മില്ലിഗ്രാം ഫലിക്കാതെ വന്നു, 100ലേക്ക് പോയി. ഇതൊക്കെ പ്രിസ്ക്രിപ്ഷൻ കൂടാതെയാണ്. ഇപ്പോൾ അതും ഫലിക്കാത്ത അവസ്ഥ വന്നപ്പോഴാണ് എനിക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു തവണ ബന്ധപ്പെടുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. എന്താണ് ഇതിന് കാരണം? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം എത്ര സ്വാദിഷ്ടമായ ഭക്ഷണം നമ്മുടെ മുന്നിൽ കൊണ്ടൊക്കെ തന്നാലും ആദ്യം ഒരു ബിരിയാണി കഴിച്ച പോലെ അത്ര തന്നെ ക്വാണ്ടിറ്റി കഴിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? സാധിക്കില്ല. അതുതന്നെയാണ് ഇതിനുള്ള ഉത്തരം. ഒരിക്കൽ വളരെ തൃപ്തികരമായ ലൈംഗിക ബന്ധത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്തൊരു ബന്ധത്തിന് സാധിക്കില്ല. നമ്മുടെ ശരീരത്തിന് ചില കഴിവുകളുണ്ട്, പ്രകൃതിദത്ത ലഭിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കൊരു 100 പടി ഓടിക്കയറിയതിന് ശേഷം അല്പം വിശ്രമിച്ചിട്ട് വീണ്ടും ഓടിക്കയറാൻ കഴിയുമായിരിക്കും. അല്ലാതെ ഒറ്റയടിക്കത് അങ്ങോട്ട് പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞാൽ 3-4 തവണയൊന്നും ബന്ധപ്പെടാൻ സാധാരണ സാധിക്കില്ല. അങ്ങനെ നമ്മൾ കേൾക്കുന്ന കഥകളൊക്കെ പെരുപ്പിച്ച കഥകളാണ്. കാരണം ഒരിക്കൽ ഒരു ഇറക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇജാക്കുലേഷൻ കഴിയുമ്പോൾ പെനീസിനുള്ളിലെ മസിൽസൊക്കെ വളരെ റിലാക്സ്ഡായി ശരീരം റിലാക്സ്ഡ് ആവുന്നു, അത് ചുരുങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. വീണ്ടും ഒരു ഇറക്ഷൻ വരാൻ അല്പം സമയമെടുക്കും. അതിന് റിഫ്രാക്ടറി പീരീഡ് എന്ന് പറയും. ഈ പീരീഡ് ചെറുപ്പകാലത്തിൽ വളരെ കുറവായിരിക്കും. ഒരിക്കൽ ഇജാക്കുലേഷൻ കഴിഞ്ഞാൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ അടുത്ത ഉദാഹരണം കിട്ടും. പക്ഷേ നമ്മുടെ പ്രായം കൂടി വരുന്നതനുസരിച്ചിട്ട് ഈ റിഫ്രാക്ടറി പീരീഡും കൂടും. ഇപ്പോൾ 20-ാം വയസ്സിൽ ഒരു ശുക്ലവിസർജനത്തിന് ശേഷം 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഇറക്ഷൻ വരുമെങ്കിൽ 35-ാം വയസ്സിൽ ആ ലെവലിൽ വന്നുകൊള്ളണമെന്നില്ല. ആ ടൈം ചിലപ്പോൾ അരമണിക്കൂറോ 1 മണിക്കൂറോ ആയിട്ട് മാറും. 45-ാം വയസ്സോ 50 വയസ്സോ ആകുമ്പോൾ ചിലപ്പോൾ 2 മണിക്കൂറാവും, അല്ലെങ്കിൽ 3 മണിക്കൂറാവും, ചിലപ്പോൾ ഹാഫ് ഡേ ആകും. ഇനി 60 വയസ്സാകുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസത്തിലൊരു തവണയെ പറ്റൂ. അങ്ങനെ പ്രായം വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് ഈ റിഫ്രാക്ടറി പീരീഡ് കൂടിക്കൊണ്ടിരിക്കും. ഇത് മനുഷ്യനാണ്, മനുഷ്യ ശരീരമാണ്, യന്ത്രമല്ല. അത് മനസ്സിലാക്കുക. തുമ്പിയെ കല്ല് കൊണ്ട് കല്ലടിപ്പിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തെ പീഡിപ്പിക്കാതിരിക്കുകയും കൂടെ ചെയ്യുക. രതിബന്ധം ആസ്വദിക്കാനുള്ളതാണ്. അത് ഏറെ രസകരമായി പരസ്പരം സ്നേഹത്തോടെ ആ സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലായി തന്നെ മാറണം. ആ ലെവലിലുള്ള ഒരു രതിബന്ധമാണ് ഏറ്റവും ആസ്വാദ്യകരമാവുക. ഇതെത്ര തവണ ചെയ്തു എന്നുള്ളതിലല്ല, എത്ര നല്ല രീതിയിൽ 2 പേർക്കും തൃപ്തി വരത്തക്ക രൂപത്തിൽ പെർഫോം ചെയ്തു എന്നുള്ളതിലാണ് കാര്യം. അല്ലാതെ തവണകളിലോ എത്ര സമയം ദീർഘിപ്പിച്ചു എന്നുള്ളതിലോ അല്ല. ഫോർപ്ലേയിലും ആ പ്രക്രിയകളിലൂടെ പങ്കാളിക്ക് കൊടുക്കുന്ന സന്തോഷം, തനിക്ക് തിരിച്ച് കിട്ടുന്ന സന്തോഷം, ഇതിലൊക്കെയാണ് കാരണം. അല്ലാതെ തവണകളിലും സമയത്തിലും ഒന്നുമല്ല. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.